ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. വരണം വരണം വരണം, ഇരിക്കണം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആരാണ് ഇവിടെ കല്യാണം മുടക്കിയ മുടങ്ങിയ ദുശീലൻ? സുശീലൻ അത് എന്റെ മകൻ തന്നെയാണ് സാർ. ഇതുപോലെ അവമാനം ഈ കുടുംബത്തിൽ ഉണ്ടാകാനില്ല. എന്താണ് ഉണ്ടായത്? അതെന്തിനാണ് സാർ പറയുന്നത്? അന്തസ്സായിട്ട് നടക്കേണ്ട ഒരു വിവാഹം ഒരു തെണ്ടി വന്ന് മുടക്കി. അവൻ ആരാണെന്ന് ഒരു പിടിയുമില്ല. ഇപ്പോൾ അയാൾ എവിടെയുണ്ട്? അവൻ ഇവിടെ തന്നെയുണ്ട്. അവനത് തുടങ്ങിയിട്ടല്ലേ മുടങ്ങിയിട്ടല്ലേ സ്റ്റേഷനിൽ വന്നത്? സ്റ്റേഷനിൽ വന്നത് എന്റെ മകനാണ്. അവനാണ് സുശീലൻ. ശീലത്തെ പറ്റിയല്ല ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എന്റെ മാനം കപ്പലേറി സാർ. ഈ ശേഖരപിള്ള. നിങ്ങൾ വിഷമിക്കണ്ട, അവനെ വിളിച്ചു. അവൻ ആരാണെന്ന് ഞാൻ പറയിക്കാം. ജോസഫ് തിരുത്തി ഉത്തരവ്. കേശവ, കേശവ. ഹലോ ഇൻസ്പെക്ടർ. How are you? Fine. By the way, meet my uncle, Mr. ശേഖരപിള്ളെ. ഉഷേ, എന്റെ ബ്രീഫ് കേസ് എടുത്തോണ്ട് വരൂ. സാറിനെ വിളിച്ചോ? കേശവ, ഇവർക്കെല്ലാം കുടിക്കാൻ തണുത്ത വെള്ളം കൊടുക്കൂ. ഓ, അമ്മവ, ഇന്ന് ശമ്പളം കൊടുക്കേണ്ട ദിവസമല്ലേ? എന്റെ കൂടെ ബാങ്കിൽ വന്നാൽ ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തു തരാം. പിന്നെ എനിക്കിത് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. എക്സ്ക്യൂസ് മീ, ഇത് ഉഷ, എന്റെ ഭാര്യ. നമസ്കാരം. ഉഷേ, നമ്മുടെ കല്യാണ ഫോട്ടോയുടെ നെഗറ്റീവ് അമ്മാവനെ ഏൽപ്പിക്കണം. അമ്മാവ, അമ്മാവൻ ഇന്ന് തന്നെ അത് എല്ലാം ചെയ്ത് വെച്ചേക്കണം. ഞാനോ? അതെ, ഇതങ്ങോട്ട് കൊടുക്ക്. വേണ്ട വേണ്ട, അത് മധുരമാണ്. അമ്മാവന് കുടിച്ചുകൂടാ. അമ്മാവന് ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. ബൈ ദ ബൈ, ഇപ്പോഴും നമ്മുടെ ജയിൽ സൂപ്രണ്ട് മിസ്റ്റർ ചന്ദ്രശേഖര പിള്ള തന്നെയല്ലേ? അതെ. എന്താ ചോദിച്ചത്? ഞങ്ങൾ പഴയകാലത്തെ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും സുഹൃത്തായിരിക്കും. അതെ അതെ. ക്ഷമിക്കണം, ആ, ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്കളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാനാണ്. നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപരാധി പരാതി സ്റ്റേഷനിൽ കിട്ടിയതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാവ, നമ്മുടെ കുടുംബകലഹങ്ങൾ തീർക്കാൻ വേണ്ടി പോലീസിനെ ഇങ്ങോട്ട് വലിച്ചിരിക്കുന്നത് ശരിയല്ല. അവർ നമ്മുടെ അടുക്കള പണിക്കാരൊന്നുമല്ല. അവർക്ക് രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോലീസിന്റെ ഉത്തരവാദിത്വ ബോധത്തെപ്പറ്റി അമ്മ ഒരു പിടിയുമില്ല. എക്സ്ക്യൂസ് മീ സർ, ഞാനും ഉഷയും തമ്മിലുള്ള വിവാഹം ഒരു പ്രേമവിവാഹമായിരുന്നു. ഇവരുടെ എല്ലാം എതിർപ്പുകളെ ഭയന്ന് ഞങ്ങൾ രഹസ്യമായി രജിസ്റ്റർ വിവാഹം ചെയ്തു. പിന്നെ ഒരു വാശിക്ക് വേണ്ടി കുറച്ചു കാലം ഇത് രഹസ്യമായി സൂക്ഷിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ഉഷേ, നമ്മുടെ വിവാഹത്തിന്റെ ഡോക്യുമെന്റ്സ് വേണമെന്നില്ല. അത് സാറ് വരുന്നു. അപരാധിക്കാരൻ, പരാതിക്കാരൻ. ഇതാ സുശീലൻ വന്നല്ലോ. നിങ്ങൾ സുശീലുമായി സംസാരിക്കും. സുശീല, ഇവർ നമ്മുടെ അതിഥികളാണ്. ഭക്ഷണം കൊടുത്തേ അയക്കാവൂ. അമ്മാവ വരണം. വരണോ അമ്മാവ? സമയമായെന്നേ. നിങ്ങളുടെ അടുക്കള വഴക്കുകളൊന്നും ക്രിമിനൽ കേസാക്കി ഞങ്ങളെ ബുദ്ധിമുട്ടില്ല. ഈ പോയനാണ് സാർ. ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി മേലാൽ പരാതിയുമായി നിങ്ങൾ സ്റ്റേഷനിൽ വന്നാൽ തന്റെ അടങ്ങിയ കല്യാണം അല്ല മുടങ്ങിയ കല്യാണം സ്റ്റേഷനിൽ വെച്ച് നടത്തും. പറൂ. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കും. ചുമ്മാ ഇരിക്കടാ, ഏതെങ്കിലും ഒന്നും വരാതിരിക്കില്ല. ഒന്ന് വരുന്നുണ്ട്. ഓടാ 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 ഓടാ. ഈ ചെറുക്കനെ കൊണ്ട് എന്റെ വീട് കഴിയുന്നത്. എന്റെ കഞ്ഞി പറഞ്ഞിട്ട് ചേട്ടാ. തൂണ് പോലെ നിൽക്കുന്നത്. ഞാൻ അത്യാവശ്യമായി ആശുപത്രി പോവുകയാണ്. എന്റെ ഭാര്യ ഈ ചെറുക്കന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലേ? ഈ ചെറുക്കനെ കൊണ്ട് എങ്ങനെ വീട്ടിൽ പോകും? ഒന്ന് സമാധാനപ്പെടുത്തങ്ങളെ. വാടോ സ്റ്റേഷനിലേക്ക്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ ഒന്ന് പോകാൻ ചോദിക്കൂ. അപ്പൊ ഈ ചെറുക്കനെ ആര് രക്ഷിക്കും? ആ കുഞ്ഞിനെ ആശുപത്രിയിലാക്കാൻ വല്ലതും കൊടുത്തിട്ട് പോ. 60 രൂപയോ? ആർക്ക് വേണം എന്റെ 60 രൂപ? ഒരു കുടുംബം മുഴുവൻ ഞാൻ തൊലിച്ചു. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? പറ്റൂല പറ്റൂല, ഇത് പറ്റൂല. അതോടെ കൊണ്ട് പോണ്ട. വല്ലതോടെ കൊടുക്ക്. അങ്ങോട്ട് പോണ്ട. ഇനി താൻ പോ. ചേട്ടാ വളരെ നന്ദി. ആ പോ. എനിക്കിടെ പിള്ളേർ ഒത്തിരി പേര് ചേട്ടാ. ആ പോ 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 പോ.
പറ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വാടാ, അടുത്ത കാർ വരുമ്പോഴത്തേക്ക് റെഡി ആവണം. വൈകുന്നേരം ഞാൻ ഇതുവഴി വരാൻ ശ്രമിക്കാം. കണ്ടില്ലെങ്കിൽ അമ്മാവൻ അങ്ങ് എത്തിയേക്കണം. എങ്ങനെയെങ്കിലും വന്നേക്കണം. ഓടാടുന്നു. വേഗം. ഇരിക്കണോ അവിടെ? ഇയാളെന്താ പന്തങ്ങണ്ട് പരിചയപ്പോൾ നോക്കുന്നത്? എറണാകുളം അറിയുന്നു. ഇറങ്ങി. ഇനി എന്ത് വേണം? നടക്ക് സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? താനെന്താ തമാശ കളിക്കാണോ? വാടാ സ്റ്റേഷനിലേക്ക്. ചെറുക്കനെ എടുത്തോ, പോകാം. പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നേ. എന്താണ് ഇന്ന് പരിങ്ങുന്നത്? കാറിൽ കയറ്. സാർ, വളരെ തിരക്ക് പിടിച്ച ആളല്ലേ? എനിക്ക് ഒരു തിരക്കുമില്ല. ചെറുക്കനടുത്ത് കാറിലുണ്ട്. വേണ്ട സാർ, ചികിത്സിക്കാനുള്ള പണം തന്നാ മതി. ഞാൻ ചികിത്സയ്ക്ക് പണം കൊടുക്കാറില്ല, ചികിത്സിക്കാറേ ഉള്ളൂ. എവിടെ പോകുന്നു? കാൽ കയറടി. ചെറുക്കൻ എന്നെ ചികിത്സിപ്പിച്ചേ പറ്റും. കയറാനാ പറഞ്ഞത്. ഇനി അങ്ങോട്ട് കയറാം. ആ ചെറുക്കനെ കാണാത്തില്ല. അങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. വിളച്ചില് ഇരിക്കടാ. വേണ്ട സാർ. ഒരു വണ്ടിയുടെ മുമ്പിൽ ചെറുക്കനെ ചാടിച്ചാൽ എന്ത് കിട്ടും? പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് 2 വാങ്ങിയിട്ട് നമുക്ക് നേരെ ആസ്പത്രിയിലേക്ക് പോകാം. അപ്പൊ ആസ്പത്രിയിൽ പോകാൻ പരുവം കറക്റ്റ് ആയിരിക്കും. എന്നെ തല്ലിപ്പിക്കരുത് സാർ. ചേച്ചി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കത്തില്ല. അവന്റെ ഒരു ഡാൻസ്. ഓഹോ, അപ്പൊ നിന്റെ ചേച്ചിക്ക് ആടാനറിയാം. അതുകൊണ്ട് ജീവിച്ചാ പോരേടി. എന്താടി, അതുകൊണ്ട് ജീവിച്ചാ പോരെ? ആ നൃത്തം ആർക്ക് വേണം സാർ? തെരുവ് കൂത്താട്ടമാണ് അവർക്ക് വേണ്ടത്. വിശപ്പ് സഹിക്കാതെ വന്നപ്പോ ചെയ്തു പോയതാ സാർ. എങ്ങനെ ഓർത്തെങ്കിലും ഞങ്ങളെ വിടണം സാർ. രണ്ടേ ഇറക്കി വിടാ. ഇറങ്ങി വാടി. വലിയ ഉപകാരം. മേലായി എങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പോയിക്കറി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്റെ പാറോട് വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകും. എന്റെ ഒരു പണക്കാരൻ വന്നിരിക്കുന്നു. വന്ന വഴിയൊക്കെ തിരിച്ച് നടക്കണ്ട ചേച്ചി. വേണ്ട, ചേച്ചി അടുക്കണ്ട ചേച്ചി. ഈ സ്ഥലം മുഴുവൻ ഉഷക്കുഞ്ഞിന്റേതാണ്. ഇതെന്താ ആരും നോക്കാനില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അതൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. ആസ്പത്രിയുടെ പേരും വെച്ച് ആരാ ഇവിടെ ചാരാക്കി നടത്തുന്നത്? അതൊക്കെ പറയാതിരിക്കുകയാണ് സർ ഭേദം. പറയണം, ഞാനിതെല്ലാം അറിയേണ്ടവനല്ലേ. വല്യങ്കുന്നിന്റെ മരണശേഷം ചാരായ കുട്ടപ്പൻ എന്നൊരു റൗഡി ഈ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശേഖരപ്പിള്ള സാറിന് പോലും അവനെ ഭയമാണ്. 4-5 പേരെ കൊന്ന് ജയിൽ പോയവനവൻ അവൻ. വല്യങ്കുന്നിന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഈ ആസ്പത്രി. എന്ത് ചെയ്യാൻ സാർ? ചോദിക്കാനും പറയാനും ആരുമില്ല. ഓഹോ, അങ്ങനെയാണോ സംഗതി?
കുട്ടനല്ലേ ഇവിടെ? കുട്ടനോ? തന്റെ മടിയിലിട്ടാണോ പേരിട്ടിരിക്കുന്നത്? അതെന്തുമാകട്ടെ, 24 മണിക്കൂറിനകം ഈ സ്ഥലം ഒഴിഞ്ഞു തരണം. നിങ്ങളാരാ? ഞാനാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നാളെ ഇതിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഒരു സ്ഥലമൊഴിപ്പിപ്പുകാരൻ വന്നിരിക്കുന്നു.